മമ്മൂക്കയുടെ കൂടെ ഇത്ര അധികം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ദിവ്യ മമ്മൂക്കയുടെ കൂടെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ്, കാരണം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പിന്നെ പിന്നെ എത്ര ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നത്, അതെ, ഒരു അതെ, അതെ. ഒരു ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പ് ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷെ സീൻ ആ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്. മമ്മൂക്ക ഇപ്പോഴും എനിക്ക് പേടിയാ. പേടിന്ന് വെച്ചാൽ മമ്മൂക്ക ഭയങ്കര സ്വീറ്റ് ആണ്, മമ്മൂക്ക ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഒരു സീനിൽ വരുമ്പോൾ അദ്ദേഹം നമ്മളെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാനൊക്കെ നോക്കും. പക്ഷെ എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സീൻ ചെയ്യാന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനും കൂടിയാ. അപ്പം ഭയങ്കര റെസ്പെക്റ്റ് ആണ് എനിക്ക്. അപ്പൊ മമ്മൂക്ക എന്ന് പറയുമ്പോ എനിക്ക് ഞാൻ തെറ്റിക്കല്ലേ അങ്ങനത്തെ ഒരു പേടിയാ. ലൈക്ക് മമ്മൂക്കയുടെ മുമ്പിൽ വെച്ച് നമ്മൾ തെറ്റുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു കുറച്ച് ടെൻഷൻ ഉണ്ട്. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം ചെയ്തത് കസബയാ. അതിൽ ചെറിയൊരു സീൻ. ഇപ്പോഴും മമ്മൂക്ക, ഞാൻ ഇപ്പം ടർബോ ചെയ്തു മമ്മൂക്കയുടെ കൂടെ. അപ്പൊ വൈശാഖിന്റെ പടം, അദ്ദേഹം ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡയറക്ടേഴ്സിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പേരും കൂടെ പറയണോ. വൈശാഖ് അദ്ദേഹം എൻ്റെ അടുത്ത് ആ സിനിമയിൽ വിളിച്ചപ്പം, അദ്ദേഹം അല്ല വിളിച്ചത്, എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ ആണ്, മമ്മൂക്ക കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ആ സിനിമ. അപ്പൊ എന്നെ കണ്ടെന്ന് മമ്മൂക്ക പറഞ്ഞു, നിങ്ങളുടെ ആ സീൻ എനിക്ക് ഇപ്പോഴും ഏത് കസബയിലെ ഇങ്ങനെ പിടിക്കുന്ന ഒരു സീനുണ്ട് മമ്മൂക്ക, അത് കുറച്ച് കോൺട്രവേഴ്സി ആയ സീനാ. അന്ന് നിങ്ങളുടെ ആ സീനാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടെന്നുള്ളതാ. അതുപോലെ പുഴൂല് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ റോളാ ചെയ്തത്. പാർവതിയുടെ മമ്മൂക്കയുടെ ഇടയിലുള്ള. ഒത്തിരി നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര